അതെ, നമ്മൾ ആശിച്ച വിജയം നമ്മളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പ്രയാണത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാൻ RCN ഈസ്റ്റ് മിഡ്ലാൻഡ് ബോർഡ് ഇലക്ഷൻ വിന്നർ നമ്മുടെ സ്വന്തം ബ്ലസി ജോൺ നിങ്ങളോടൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് ബ്ലസ്സി. ഇരുപതപ്പെട്ട എല്ലാവരും ഇപ്പം എന്നെ അറിയുമായിരിക്കും. ഞാൻ 2-3 ആഴ്ചയായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പം ഞാൻ RCN ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ബോർഡിലേക്ക് റീസെൻ്റ്ലി മത്സരിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ട് വെനസ്ഡേ വന്നു. അപ്പം ഞാൻ ജയിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായിട്ടാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നേ. ശാലം താമസിച്ചു പോയി, ശാലം തിരക്കുകളായിപ്പോയി. അത് കാരണമാണ് സമയം കിട്ടാഞ്ഞത്, ക്ഷമിക്കുക. ഇതിനു വേണ്ടി ഇപ്പം ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിനാണെങ്കിലും എന്നെ ഇങ്ങോട്ട് പലരും വിളിച്ച് എന്നെ അറിവില്ലാത്തവർ പോലും ഇതിനു വേണ്ടി സപ്പോർട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളി പൊളിയാണെന്ന്. ആ മലയാളി പൊളിയാണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പ്രൂവ് ചെയ്തെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം പലപ്പോഴും നമ്മളെ ഇന്റർനാഷണൽ നേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പല അവസരങ്ങളുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എന്താ പറയണ്ടേ, നമുക്കൊരു അഭിമാനമാണ്. കാരണം നമ്മളൊരാൾ മത്സരിക്കുന്നു പറയുമ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ഒരു ആവേശം അത് കാണുമ്പം നമുക്ക് തന്നെ അഭിമാനം തോന്നും. അവർ നമ്മളിൽ എന്തോ ഒരു വാല്യൂ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവരൊന്നുകൂടെ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി മുമ്പോട്ടിറങ്ങി വരുന്നത്. അത് കാണുമ്പോൾ നമുക്കും ഫീൽ മോർ വാല്യൂഡ്. RCNന്റെ ബോർഡിലേക്ക് ഞാനിത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല അവിടെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നും അറിയത്തില്ല. എന്നാലും ഇത്രയും വർഷത്തെ നേഴ്സിംഗ് ജീവിതത്തിലും ലീഡർഷിപ്പ് ലൈഫിലും പലതിനെയും നമുക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ചലഞ്ച് ഉണ്ടായാലും അതുപോലെ അതിജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്നിൽ സമർപ്പിച്ച ഒരു കോൺഫിഡൻസ് അല്ലെ ഒരു ഉത്തരവാദിത്വം, അത് എൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് 4 years ആണ് ഈ ഒരു ബോർഡിന്റെ അംഗത്വം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നെക്സ്റ്റ് 4 വർഷത്തിനുള്ള നിങ്ങളുടെ ഒരു വോയിസ് ആകാൻ എനിക്ക് നിങ്ങൾ തന്നൊരു അവസരം ഞാൻ ഉപയോഗിക്കും. നിങ്ങളുടെ വോയിസ് ആയിട്ട് 4 വർഷത്തിന് നെക്സ്റ്റ് 4 years ഐ വിൽ ബി യുവർ വോയിസ്. പിന്നെ എനിക്ക് ഈ ക്യാമ്പയിനിങ്ങും ഇതിനും വേണ്ടി ഒത്തിരി പേര് അക്ഷീണം പ്രയത്നിച്ചു. അവരുടെ എല്ലാം നിസ്വാർത്ഥമായ സഹകരണമാണ്. അപ്പൊ കുറെ ഗ്രൂപ്പുകളും കുറെ സംഘടനകളുടെയൊക്കെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാന്ന് ആഗ്രഹിക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം. എന്റെ കൊളീഗ്സ്, എന്റെ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടേതായ സ്വന്തമായ ലെസ്റ്റർ കേരള നേഴ്സസ് ഫോറം, ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി, പിന്നെ യുഗ്മയുടെ നേഴ്സസ് ഫോറം, യുഗ്മയുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് നാഷണൽ കമ്മിറ്റി, അവരെല്ലാവരും ഇതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചു. പിന്നെ കേരള നേഴ്സസ് ഫേസ്ബുക്ക് പേജ്, കേരള നേഴ്സസ് UK ഗ്രൂപ്പ്, പിന്നെ ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ഹാൻസ്, എൻ്റെ പഴയ ഇടവക വികാരി ഫാദർ ജോർജ്, എല്ലാവരും മീൻസ് എനിക്ക് ഓരോരുത്തരും നല്ല അറിയാവുന്നവരും അറിയത്തില്ലാത്ത എല്ലാവരും അവരാൽ കഴിവിന്റെ പരമാവധി അത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി അവർക്ക് എത്രമാത്രം പറ്റുമോ അത്രയും മാത്രം അവർ സഹകരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് വീട്ടിലെ ഒരു ഫാമിലി എമർജൻസി കാരണം നാട്ടിൽ പോകേണ്ടി വന്നു. ആ ഒരാഴ്ച പോലും ഞാൻ അറിയാതെ അവരെനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുമായിരുന്നു. അപ്പം നമ്മള് മലയാളിയാണെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം. കാരണം നമ്മളുടെ ആ യൂണിറ്റി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പ്രൂവൻ ചെയ്തേക്കുവാണ്. കഴിവിന്റെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും എന്റെ വർക്ക് മേറ്റ്സും കൊളീഗ്സും ഒക്കെ ഒത്തിരി പേര് അവരും ക്യാമ്പയിൻ ചെയ്തു. കഴിവിന്റെ പരമാവധി അവർ ചെയ്തില്ല എന്നല്ല പറയുന്നത്. എന്നാലും അപ്പം നിങ്ങളുടെ എല്ലാ സഹായത്തിനും സഹകരണത്തിനും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുവാണ്. ഞാൻ ആരെയും വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പം ഐ വിൽ ബി യുവർ വോയിസ് ഫോർ നെക്സ്റ്റ് 4 years. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു. ബൈ.